സ്നേഹലോകം കേൾക്കണേ അനുരാഗകാല. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തായാലും കേൾക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബാക്കൾക്കുണ്ടായിരുന്ന അടങ്ങാത്ത പ്രണയമാണ് പാട്ടിൽ വിവരിക്കുന്നത്. ത്വാഹ തങ്ങൾ മനോഹരമായി രചിച്ച് ഭംഗിയായി ആലപിച്ച പാട്ട്. അതിലെ ഈ വരികളൊന്ന് കേട്ടു നോക്കി. ഉരുകി ഉരുകി ഖദീജ ഉമ്മ വെളിച്ചമായി ഹബീബിന്, സ്നേഹജീവിതമെന്ന വാക്കിന് അർത്ഥമായവർ ഭൂവില്, അവർക്ക് വേണ്ടത് സ്നേഹം. ഖദീജുമക്കെല്ലാമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതവും സമ്പാദ്യം മുഴുവനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സമർപ്പിച്ചു. ഖദീജ ബിയുടെ വഫാത്തിനോടടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, നബിയെ, അങ്ങയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യത്തിൽ വല്ല വീഴ്ചയും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് മാഫ് ചെയ്തു തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടങ്ങാത്ത വിഷമത്തോടെ പറയുന്നുണ്ട്, ഇല്ല ഖദീജ, നിന്നിൽ നിന്ന് ഒരു കുറവ് പോലും ഞാൻ കണ്ടിട്ടില്ലെന്ന്. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ അംഗീകാരം. ഉത്തമമായ ദാമ്പത്യ ജീവിതത്തിന് ഉദാത്തമായ മാതൃകയായിരുന്നു ഖദീജ ബീവിയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിതം. ഇസ്ലാമിനും ഹബീബായ തങ്ങൾക്ക് വേണ്ടി തൻ്റെ എല്ലാം ത്യജിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനമാണ് നൽകിയത്. അവസാനം വഫാത്തായപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന കഫൻ കൊടുവഴക്കം സ്വർഗത്തിൽ നിന്ന് നൽകുന്ന അവസ്ഥയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജയുടെ കൂടെ സ്വർഗത്തിൽ കൂടാനുള്ള തൗഫീഖ് നമ്മൾക്കുണ്ടാകട്ടെ.